പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കുരിശിനാലേ ലോകമൊന്നായി വീണ്ടെടുത്തവനെ താണു ഞങ്ങൾ വണങ്ങുന്നു ദിവ്യപാദങ്ങൾ. കുരിശിൽ ഞങ്ങൾക്ക് വേണ്ടി ജീവൻ അർപ്പിച്ചുകൊണ്ട് കർത്താവേ, ഞങ്ങളെ വീണ്ടെടുത്ത അങ്ങയുടെ വലിയ കരുണയിലേക്ക്, അങ്ങയുടെ രക്ഷാകര പദ്ധതിയിലേക്ക് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെ പ്രത്യേകിച്ചും സമർപ്പിച്ചുകൊണ്ട് ഈ ദുഃഖവെള്ളിയില് ഞങ്ങളൊന്നു ചേർന്ന് അങ്ങയെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ഞങ്ങളെ തന്നെ പൂർണ്ണമായും അങ്ങയുടെ കുരിശിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ, ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ, ഞങ്ങളുടെ മക്കളുടെ മേൽ കരുണയായിരിക്കണമേ, ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കരങ്ങളിലേക്ക്, അങ്ങയുടെ തിരുമുറിവുകളിലേക്ക്, ഞങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെട്ട തിരുരക്തത്തിലേക്ക്, ഞങ്ങൾക്ക് വേണ്ടി കുത്തി തുറക്കപ്പെട്ട തിരുഹൃദയത്തിലേക്ക്, ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് സഹിച്ച പീഡാസഹനങ്ങളിലേക്ക് കർത്താവേ ഞങ്ങളെ എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നന്ദി പറയുന്നു കർത്താവേ, അങ്ങയുടെ വലിയ സ്നേഹത്തെ ഓർത്ത്, അങ്ങയുടെ വലിയ കരുണയെ ഓർത്ത്, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി സഹിച്ച സഹനത്തെ ഓർത്ത് കർത്താവേ ഞങ്ങളൊന്ന് ചേർന്ന് അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങൾ അങ്ങേ സ്നേഹിക്കുന്നു, ഞങ്ങളെ ആരാധിക്കുന്നു, ഞങ്ങൾ തന്നെ പൂർണ്ണമായും അങ്ങയിലേക്ക് സമർപ്പിക്കുന്നു. ഈശോയെ, കരുണയായിരിക്കണമേ. കർത്താവിന്റെ പരിശുദ്ധ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട എന്റെ ദൈവമക്കളെ, ദുഃഖവെള്ളിയുടെ എല്ലാവിധ കൃപകളും അനുഗ്രഹങ്ങളും നേർന്നുകൊണ്ട് ഈ ദുഃഖവെള്ളിയുടെ സന്ദേശത്തിലേക്ക് നമുക്ക് കടന്നു വരാം. ഈശോ ഈ ഭൂമിയിലേക്ക് വന്നത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട്, നിയമത്തെയോ പ്രവാചകന്മാരെയോ അസാധുവാക്കാനല്ല ഞാൻ വന്നിരിക്കുന്നത്, പൂർത്തിയാക്കാനാണ്. സിറോ മലബാർ കുർബാനയുടെ കുദാശ വചനങ്ങൾക്ക് മുമ്പ് നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയില് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്, നിയമത്തിന് അധീനരായവരെ ഉദ്ധരിക്കുവാൻ അവിടുന്ന് നിയമത്തിന് വിധേയനാവുകയും നമ്മുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ ഈ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് കർത്താവിന്റെ കുരിശു മരണത്തിന്റെ ഉദാശ വചനങ്ങൾ ഉരുവിട്ടുകൊണ്ട് ആ കുരിശു മരണത്തെ നാം സ്വന്തമാക്കുന്നത്. നിയമത്തിന് അധീനരായി പോയ മക്കള്, നിയമത്തെ പൂർത്തിയാക്കാൻ വേണ്ടി വന്ന ഈശോ, നമുക്കറിയാം പാപവുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരിയേറെ നിയമങ്ങളും ശിക്ഷകളും ഉണ്ട്. അതിനൊക്കെ പൂർത്തീകരിക്കാൻ വേണ്ടിയാണ് ഈശോ വന്നത്. നിയമം ഒരിക്കലും മാറത്തില്ല. ഈശോ പറഞ്ഞത്, ആകാശവും ഭൂമിയും കടന്നു പോകുന്നത് വരെ സമസ്തവും നിറവേറുവോളം നിയമത്തിൽ നിന്ന് വള്ളിയോ പുള്ളിയോ മാറുകയില്ലെന്ന് സത്യമായും ഞാൻ നിങ്ങളോട് പറയുന്നുവെന്ന് ഈശോ പറയുന്നുണ്ട് മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 18 തിരുവചനങ്ങളിൽ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈശോ വന്നത് നിയമത്തെ അസാധുവാക്കാനല്ല, നിയമത്തെ പൂർത്തിയാക്കാനാണ്. എന്നാണ് നിയമങ്ങൾ. നമുക്കറിയാം, പാപമാണ് മനുഷ്യനെ നശിപ്പിച്ചത്, പാപമാണ് പിശാചിന് അധികാരം കൊടുത്തത്. നമ്മൾ കണ്ടു ഈ ദിവസങ്ങളിൽ പാപത്തോടെ കടന്നു വന്ന ജഡത്തിന്റെ സ്വാധീനങ്ങൾ, അതിലൂടെ ദുഷ്ടത വർദ്ധിച്ചു. മ്ലേച്ഛമായ അടിസ്ഥാനങ്ങളിലേക്ക് മനുഷ്യ ജീവിതം തന്നെ ദുഷിച്ചതായിട്ട് മാറിപ്പോയി. അങ്ങനെ പാപത്തിന്റെ വലിയ മേഖല. ഇനി നിയമങ്ങൾ, പാപം ഇല്ലാത്തവനെ പാപം ഏറ്റെടുക്കാൻ കഴിയത്തുള്ളൂ. പാപം നീക്കണമെങ്കിൽ അത് ഈ ലോകത്തിൽ ആർക്കും പറ്റില്ല. ഒരു ദേവന്മാർക്കോ ഒരു മനുഷ്യനോ ഒരു പ്രൈം മിനിസ്റ്ററിനോ ഒരു പ്രസിഡന്റിനോ രാഷ്ട്രീയ അധികാരിക്കോ ഒരു വൈദിക ആർക്കും പറ്റില്ല. പാപം നീക്കണമെങ്കിൽ പാപം ഇല്ലാത്തവനെ പറ്റൂ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായത്തിലെ ഈശോയുടെ മുമ്പിലേക്ക് തളർവാതിലൊക്കെ ശയ്യോടുകൂടി ഇറക്കുന്നുണ്ട്. അപ്പൊ ഫരിസേയരും നിയമജ്ഞനും അവിടെയുണ്ട്. ഈശോനെ കണ്ടപ്പോ എന്താ പറഞ്ഞ, നിന്റെ നിരവധിയായ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോ അവര് പറയുന്നുണ്ട്, നിയമജ്ഞനും ഫരിസേയരും പറയാ, ദൈവത്തിനല്ലാതെ പാപം ക്ഷമിക്കാൻ ആർക്കാ പറ്റുക?
പാപം ക്ഷമിക്കാൻ, പാപം ഏറ്റെടുക്കാൻ പാപമില്ലാത്ത പരമപരിശുദ്ധനായ ദൈവത്തിനെ പറ്റൂ. അതുകൊണ്ട് ഈ നിയമത്തെ പൂർത്തിയാക്കാൻ ദൈവം തന്നെ മനുഷ്യനായിട്ട് അവതരിച്ചു. നമുക്കറിയാം, യേശു ക്രിസ്തുവല്ലാതെ പാപം നീക്കുന്ന, പാപത്തെ ഏറ്റെടുക്കുന്ന ഒരു ദൈവമില്ല. യേശു ക്രിസ്തു ഏകരക്ഷകൻ. യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞു യോഹന്നാൻ 1:29, ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ഇങ്ങനെ ഒരു ദൈവത്തെ കുറിച്ചും, ഒരു ദൈവങ്ങളെ കുറിച്ചും, ഒരു വ്യക്തിയെ കുറിച്ചും, ഒരു പ്രസ്ഥാനത്തെ കുറിച്ചും ഇതുവരെയും ആരും പറഞ്ഞിട്ടില്ല. പാപം നീക്കുന്ന ഒരു ദൈവം, വ്യക്തി ആരെ കുറിച്ച് പറഞ്ഞിട്ടില്ല. ഈശോ ഈ പാപം ഏറ്റെടുക്കാൻ വേണ്ടി വന്നു. അതുകൊണ്ട് ഈശോയുടെ മനുഷ്യാവതാരം തന്നെ മറ്റൊന്നിനു വേണ്ടിയില്ല, പാപം ഏറ്റെടുക്കണം. അതിനുവേണ്ടി 1 പത്രോസ് 2:24 നമുക്കറിയാം, നമ്മുടെ പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് അവൻ കുരിശിലേറി. അത് നാം പാപത്തിന് മരിച്ച് നീതിക്കായി ജീവിക്കേണ്ടതിനത്ര. അങ്ങനെ പാപം ഏറ്റെടുക്കുവാൻ വേണ്ടി അവിടുന്ന് നിയമത്തിന് അധീനനായി. എങ്ങനെ പാപം ഇല്ലാത്തവനെ പാപം ഏറ്റെടുക്കാൻ പറ്റൂ എന്ന നിയമത്തിന് അധീനനായിട്ട് ഈശോ തന്നെ മനുഷ്യനായി അവതരിച്ച് നമ്മുടെ പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ ഈശോ വഹിച്ചു. ഇനി കുറെ നിയമങ്ങളുണ്ട്. രക്തം ചിന്താതെ പാപമോചനമില്ല. പഴയ നിയമത്തിലെ ബലികൾ, ആദം പാപിച്ചു കഴിഞ്ഞപ്പോ അവന്റെ നഗ്നത മറയ്ക്കാൻ വേണ്ടി ആടിനെ കൊന്ന് തോലുണ്ടാക്കി, ആ തോല് കൊണ്ട് അവന്റെ നഗ്നത മറച്ച ദൈവത്തിന്റെ രക്ഷാകര പ്രവൃത്തി. കൊല്ലപ്പെട്ട ആടിന്റെ ചോരയുടെ സാന്നിധ്യമുള്ള ഒരു ഉടയാട, ഒരു തോല്, അത് പഴയ നിയമത്തിന്റെ ഒരു നിഴലായ ഒരവസ്ഥ. ഇനി അതിലൂടെ പിന്നീട് നമ്മൾ കാണുന്നുണ്ട്, ആടുകളെ കൊന്ന്, കാളകളെ കൊന്ന് രക്തം തെളിച്ച്, രക്തം ചിന്താതെ പാപമോചനമില്ലെന്ന നിയമത്തിന് അധീനനായിട്ട് അവൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികൾ. എന്നാൽ നമ്മൾ വായിക്കുന്നുണ്ട്, എബ്രായർ 9:22 വായിക്കാണ്, നിയമപ്രകാരം മിക്ക വസ്തുക്കളും രക്തത്താലാണ് ശുദ്ധീകരിക്കപ്പെടുന്നത്, രക്തം ചിന്താതെ പാപമോചനമില്ല. അങ്ങനെ പാപം ഏറ്റെടുത്ത ഈശോ ആ നിയമത്തെ പൂർത്തിയാക്കാൻ വേണ്ടി തന്റെ പരിശുദ്ധമായ രക്തം, നോക്കിയേ, കീറി മുറിയാനിടയില്ലാത്ത വിധം ശരീരം മുഴുവനും മുറിവേൽപ്പിക്കപ്പെട്ട് അവസാനത്തുള്ളി രക്തവും ചിന്തിക്കൊണ്ട് രക്തം ചിന്താതെ പാപമോചനമില്ലെന്ന നിയമത്തിന് അധീനനായി ഈശോ നമുക്ക് വേണ്ടി രക്തം ചിന്തി ഇതാ കുരിശിൽ നമുക്ക് വേണ്ടി ഇന്ന് മരിക്കുകയാണ്. പ്രിയപ്പെട്ടവർ, വീണ്ടും നമ്മൾ കാണുന്നുണ്ട് ശാപത്തിന്റെ മേഖല. ഈ പാപത്തിന്റെ ശിക്ഷകള്, ശാപങ്ങള് നിയമാവർത്തനം 28:15 മുതൽ തിരുവചന ഭാഗത്തില് പാപത്തിന്റെ കൽപ്പന ലംഘനത്തിന്റെ ശിക്ഷകള്, ശാപങ്ങളെ കുറിച്ചൊക്കെ ഒത്തിരി നമ്മൾ കാണുന്നുണ്ട്. ഒത്തിരി ശാപങ്ങൾ ഗലാത്യ 3:10-13 നാം വായിക്കുന്നുണ്ട്, നിയമാനുഷ്ഠാനത്തിൽ ആശ്രമർപ്പിക്കുന്നവരെല്ലാം ശാപത്തിന് വിധേയരാണ്. ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു, നിയമഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നവ അനുസരിക്കാതെയും പാലിക്കാതെയും ഇരിക്കുന്നവൻ ശപിക്കപ്പെട്ടവനാണ്. 3:13 പറയാ, എന്നാൽ ക്രിസ്തു നമ്മെ പ്രതി ശപിക്കപ്പെട്ടവനായിട്ട് തീർന്നുകൊണ്ട് നിയമത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മെ മോചിപ്പിച്ചു. എന്തെന്നാൽ മരത്തിൽ തൂക്കപ്പെട്ടവൻ ശപിക്കപ്പെട്ടവനാണ്. ഈ കുരിശ് മരണം, ശപിക്കപ്പെട്ട മരണം ഈശോ ഏറ്റെടുത്തത് നമ്മുടെ ശാപങ്ങൾക്ക് പകരമായിട്ട് നമ്മെ പ്രതി ശപിക്കപ്പെട്ടവനായി തീർന്നു. അങ്ങനെ നിയമത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മെ മോചിപ്പിച്ചു. പാപത്തിന്റെ കടങ്ങൾ ഏറെയാണ്. പാപകടങ്ങള് അതെല്ലാം ഏറ്റെടുത്തുകൊണ്ട് പാപത്തിനേൽക്കാവുന്ന ശിക്ഷകള്, യെശയ്യാ 53 വചനഭാഗം കണ്ടാൽ മതി. നമ്മുടെ മുറിവുകൾക്ക് വേണ്ടി, നമ്മുടെ ക്ഷതങ്ങൾക്ക് വേണ്ടി, നമ്മുടെ ശിക്ഷകള്, നമ്മുടെ നിന്ദനങ്ങള് എല്ലാം ഏറ്റെടുത്ത് നമുക്ക് ലഭിക്കാമായിരുന്ന പരിഹാസങ്ങള്, നിന്ദനങ്ങള്, അടികള്, മുറിവേൽക്കലുകള്, ശപിക്കപ്പെടല്, ഒത്തിരിയേറെ തിരസ്കരിക്കപ്പെടല് എല്ലാം ഈശോ സ്വയം ഏറ്റെടുത്തുകൊണ്ട് നമ്മൾ സഹിക്കേണ്ട എല്ലാ സഹനങ്ങളും, നമ്മുടെ രോഗങ്ങളും, നമ്മുടെ വേദനകളും, നമ്മുടെ കടങ്ങളും എല്ലാം പേറിക്കൊണ്ട് അവൻ കുരിശില് നമുക്ക് വേണ്ടി ഇതാ ബലിയായി അർപ്പിക്കപ്പെടുകയാണ്. വീണ്ടും നമുക്കറിയാം, പിശാചന് ലഭിക്കുന്ന നിയമപരമായ അവകാശങ്ങൾ നമ്മൾ കണ്ടു, ദിവസങ്ങൾ കണ്ടു. നമ്മള് പിശാചന് അവകാശം കിട്ടുക,
അവന്റെ ആധിപത്യങ്ങളെ, അവന്റെ അധികാരങ്ങളെ ഈശോ തന്റെ മരണത്തിലൂടെ തകർത്തെറിയണം. ഹെബ്രായർ 2:15 തന്റെ മരണത്താൽ മരണത്തിന്റെ മേൽ അധികാരമുള്ള പിശാചിനെ എന്നേക്കുമായി നശിപ്പിച്ചുകൊണ്ട് ജീവിതകാലം മുഴുവൻ മരണഭയത്തിന്റെ അടിമത്തത്തിൽ കഴിയേണ്ടിയിരുന്നവരെ അവന് മോചിപ്പിച്ചു. ഈ പിശാചിന്റെ പിടിയിൽ നിന്ന് മോചിപ്പിച്ചു, മരണത്തിന്റെ പിടിയിൽ നിന്ന് മോചിപ്പിച്ചു. അവസാനം ഈശോ കുരിശിൽ മരിക്കുന്ന സമയത്ത് നമ്മൾ കാണുന്നുണ്ട്, നമുക്ക് അർഹതപ്പെട്ട മരണത്തിന് പകരം ഈശോ നമുക്ക് വേണ്ടി മരിക്കണം. ഈശോയുടെ മരണം ഈശോയുടെ പാപത്തിന്റെ വേദനമായ മരണമൊന്നുമില്ല. പിന്നെയോ നമ്മുടെ പാപങ്ങളെ ഏറ്റെടുത്തതിന്റെ പേരിൽ ആ നിയമം മാറില്ല. പാപത്തിന്റെ വേദനം മരണമാണെന്നുള്ള നിയമം മാറത്തില്ല. ആ നിയമത്തെ പൂർത്തിയാക്കാൻ വേണ്ടി ഈശോ നമുക്ക് വേണ്ടി മരിച്ചു. ഈശോയുടെ മരണം ഈശോയ്ക്ക് വേണ്ടിയല്ല, ഈശോയുടെ മരണമല്ല, പിന്നെയോ പാപത്തെ സംബന്ധിച്ച് പാപത്തെ ഏറ്റെടുത്ത് നമുക്ക് അർഹതപ്പെട്ട മരണത്തിന് പകരം ഈശോ മരിച്ചപ്പോൾ നമ്മെ പ്രതി അവൻ മരണം ഏറ്റെടുത്തു. നിയമത്തിന് അധീനരായവരെ ഉദ്ധരിക്കുവാൻ അവിടുന്ന് നിയമത്തിന് വിധേയനായി. പ്രിയപ്പെട്ട മക്കളെ, ഈ വചനഭാഗങ്ങളൊക്കെ നല്ല പോലെ ഇരുന്ന് ഈ ക്രൂശത്തിന് മുമ്പിൽ ഇരുന്ന് നമുക്ക് വേണ്ടി ഈശോ ചെയ്ത പ്രവൃത്തികള്, ആ പാപം ഏറ്റെടുത്തു, ശാപം ഏറ്റെടുത്തു, മുറിവുകളും ശിക്ഷകളും നിന്ദനങ്ങളും ഏറ്റെടുത്തു, മരണം ഏറ്റെടുത്തു. അതിലൂടെ പിശാചിന്റെ ആധിപത്യങ്ങളെ തകർത്തെറിഞ്ഞു. ഇതെല്ലാം വിശുദ്ധ പൗലോസ്ലീഹ കൊളോസ്സോസ്കാരുടെ ലേഖനത്തിന്റെ 2-ാം അധ്യായത്തിന്റെ 14-15 തിരുവചനത്തിൽ 2 വചനത്തില് ഒതുക്കുകയാണ് ഈ വചനം. ഈ കുരിശുമരണം മുഴുവനും നമുക്ക് ശ്രദ്ധിക്കാം. അവിടെ പറയുന്നത്, നമുക്ക് ദോഷകരമായി നിന്ന ലിഖിത നിയമങ്ങളെ അവൻ മായ്ച്ചു കളയുകയും അവയെ കുരിശിൽ തറച്ച് നിഷ്കാസനം ചെയ്യുകയും ചെയ്തു. ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും അവൻ നിരായുധമാക്കി കുരിശിൽ അവയുടെ മേൽ വിജയം ആഘോഷിച്ചുകൊണ്ട് പരസ്യമായിട്ട് അവയെ അവഹേളനപാത്രമാക്കി. വിജയം ആഘോഷിച്ചു കുരിശിൽ. പാപത്തിന്റെ മേൽ വിജയം, ശാപത്തിന്റെ മേൽ വിജയം, മരണത്തിന്റെ മേൽ വിജയം, കടങ്ങളുടെ മേൽ വിജയം, ആധിപത്യങ്ങളുടെയും അധികാരങ്ങളുടെ മേൽ വിജയം, സാത്താന്റെ മേൽ വിജയം. അങ്ങനെ വലിയ വിജയം വരിച്ചുകൊണ്ട് പരസ്യമായിട്ട് ഈശോ കുരിശിൽ ഉയർത്തപ്പെട്ടപ്പോ പാപത്തിന്റെ, ശാപത്തിന്റെ, മരണത്തിന്റെ, കടങ്ങളുടെ, പിശാചിന്റെ ആധിപത്യങ്ങൾ പരസ്യമായിട്ട് അവഹേളന പാത്രമാക്കി അവയുടെ മേൽ വിജയം കുരിശിൽ അവിടുന്ന് വഹിക്കുകയാണ്, നമുക്ക് വേണ്ടി വരികയാണ്. എന്റെ പ്രിയപ്പെട്ട മക്കളെ, പറഞ്ഞാൽ തീരാത്തത്ര കുരിശിൽ പൂർത്തീകരിക്കപ്പെട്ട കർത്താവിന്റെ രക്ഷാകര രഹസ്യങ്ങൾ അത്രമാത്രമാണ് മക്കളെ. ഇതിരുന്ന് ധ്യാനിക്കണം. പാപത്തെ ഏറ്റെടുത്ത, ശാപങ്ങളെ നീക്കിയ, കടങ്ങളെ വീട്ടിയ, മരണത്തെ പരാജയപ്പെടുത്തിയ, സാത്താന്റെ ആധിപത്യങ്ങളെ, അധികാരങ്ങൾ തകർത്തെറിഞ്ഞ കർത്താവിന്റെ വലിയ കരുണ, കർത്താവിന്റെ രക്ഷാകര പ്രവൃത്തികൾ, അത് നമ്മൾ സ്വന്തമാക്കണം. നമ്മള് വിശുദ്ധ കുർബാനയിൽ സീറോ മലബാർ ആരാധനക്രമത്തിലെ വിശുദ്ധ കുർബാനയുടെ ഉദാശ വചനങ്ങൾ, കർത്താവിൽ കുരിശുമരണത്തിന്റെ ഇതെന്റെ ശരീരമാണ്, ഭക്ഷിക്ക് ഇത് രക്തമാണ്, നിങ്ങൾ പാനം ചെയ്യും, പാപമോചനത്തെ വേണ്ടി ചിന്തപ്പെടാനിരിക്കുന്ന എന്റെ രക്തം. ഈ കുരിശിലെ മരണത്തെ കുറിച്ച് ഈശോ പറഞ്ഞത് പൂർത്തിയാക്കിയത് കുരിശില. ഈ കുരിശിലെ പൂർത്തീകരിക്കപ്പെട്ട ബലി അതിനുശേഷം ഒരു നന്ദി പറയുന്നുണ്ട്. ആ പ്രാർത്ഥനയില് ഇതെല്ലാം ഉണ്ട്. നമുക്ക് ഈശോയെ നോക്കിയിട്ട് ആ പ്രാർത്ഥന ഒന്ന് ശ്രദ്ധിക്കാം മക്കളെ. കർത്താവെ, നന്ദി പ്രകാശിപ്പിക്കാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. അങ്ങയുടെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കാൻ അങ്ങ് ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അത് പതിച്ചു പോയ ഞങ്ങളെ സമുദ്ധരിക്കുകയും മൃതരായ ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി. ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി. ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ അങ്ങയുടെ സമർത്ഥമായ അനുഗ്രഹത്താൽ മഹത്വം അണിയിക്കുകയും ചെയ്തു. അങ്ങ് ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. ഇപ്പോഴും
എപ്പോഴും എന്നേക്കും. ആമേൻ. വലിയ അർത്ഥമുള്ള പ്രാർത്ഥനയാണ് മക്കളെ. ഈ പ്രാർത്ഥന ഇന്ന് നന്ദിയോടുകൂടി ഓരോ വാക്കും എടുത്ത് കർത്താവ് ചെയ്ത പ്രവൃത്തികളും നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങള് ദൈവിക ജീവനിൽ പങ്കുകാരാക്കി, ശത്രുക്കളെ പരാജിതരാക്കി, കടങ്ങൾ വീട്ടി, അങ്ങനെ കർത്താവ് നമുക്ക് വേണ്ടി കുരിശ് ചെയ്ത പ്രവൃത്തികളെ ഓർത്ത് നന്ദി പറഞ്ഞ് നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കണം. ഈ പ്രാർത്ഥന ശരിക്കും ഇരുന്ന് പ്രാർത്ഥിച്ചോ? പറയാ, മഹത്വമണിയിച്ചു, സമർത്ഥമായ അനുഗ്രഹത്താൽ മഹത്വമണിയിച്ചു. അനുഗ്രഹത്തിന്റെ സമൃദ്ധി കൊണ്ട് നിറച്ച് നമ്മെ മഹത്വമണിയിച്ചു. ഈ മഹത്വത്തെ കുറിച്ചാണ് ഫിലിപ്പി 4:19 പൗലോസ് പറയുന്നത്. എന്റെ ദൈവം തന്റെ മഹത്വത്തിന്റെ സമ്പന്നതയിൽ നിന്ന് യേശു ക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമായതെല്ലാം നൽകും. ഈ വചനം കണക്ട് ചെയ്യാം. എന്റെ ദൈവം തന്റെ മഹത്വത്തിന്റെ സമ്പന്നത. എന്താണ് മഹത്വത്തിന്റെ സമ്പന്നത? ഈ കുരിശിൽ പൂർത്തീകരിച്ച രക്ഷാകര പ്രവൃത്തി. ആരും നശിച്ചു പോകാതെ രക്ഷപ്രാപിക്കാൻ വേണ്ടി തന്റെ ഏകജാതനെ ഇതുപോലെ കുരിശിൽ മരിക്കാൻ വേണ്ടി തന്ന പിതാവിന്റെ ആ വലിയ സ്നേഹം, ആ സ്നേഹത്തിന്റെ പാരമ്യം പൂർത്തിയാക്കിയ കുരിശുമരണം, അതിലൂടെ നമുക്ക് നൽകപ്പെട്ട മഹത്വത്തിന്റെ സമ്പന്നത. എന്റെ ദൈവം തന്റെ മഹത്വത്തിന്റെ ഈ സമ്പന്നതയിൽ നിന്നും യേശു ക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമായതെല്ലാം നൽകും. ഇന്ന് പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ ദുഃഖവെള്ളി എന്ന് പറയുമ്പോ ഇംഗ്ലീഷിൽ നമുക്കറിയാം ഗുഡ് ഫ്രൈഡേ. നല്ല വെള്ളിയാണ്. ഈ ലോകത്തെ സംബന്ധിച്ച്, മാനവകുലത്തെ സംബന്ധിച്ച് അനുഗ്രഹിക്കപ്പെട്ട വെള്ളിയാണ് ഈ ഗുഡ് ഫ്രൈഡേ. നല്ല വെള്ളി. പിശാചിന് ഭയം, പിശാചിന് ദുഃഖമാ, ലോകാരൂപിക്ക് ദുഃഖമാ, ലോകത്തിന്റെ മനുഷ്യർക്ക് ദുഃഖമാ. എന്നാൽ ദൈവത്തിന്റെ മക്കൾക്ക്, മാനവകുലത്തിന് ഇത് ഏറ്റവും നല്ല വെള്ളിയാണ്. കർത്താവിന്റെ കരുണ കുത്തി തുറക്കപ്പെട്ട ഹൃദയത്തിൽ നിന്ന് ഈ കരുണയുടെ കുത്തൊഴുക്ക് ലോകത്തിലേക്ക് പ്രവഹിച്ച നിലയില്ലാത്ത കടല് പോലെ ലോകത്തെ മുഴുവൻ ആവരണം ചെയ്യുന്ന ആ ദൈവകരുണ പൊട്ടിപ്പുറപ്പെട്ട ദിവസമാണ് ഈ ദുഃഖവെള്ളി. അതുകൊണ്ട് മക്കൾ, ഇന്ന് നമ്മള് ദൈവകരുണയുടെ തിരുനാൾ ആഘോഷിക്കാൻ വേണ്ടി ഒരുക്കമായ നൊവേന ദുഃഖവെള്ളിയിലാണ് ആരംഭിക്കേണ്ടതെന്ന് വിശുദ്ധ ഫൗസ്റ്റീനായോട് ഈശോ തന്നെ പറയുന്നുണ്ട്. നമ്മുടെ ദൈവകരുണയുടെ നൊവേനയുടെ ആദ്യ ദിനമാണ്. നമ്മൾ ഇന്ന് പ്രത്യേകം അടിച്ച് പറഞ്ഞിട്ടുണ്ട്. ഓരോ മേഖലകളും ഓരോ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ ഈശോ പറയുമ്പോ ആദ്യത്തെ ദിവസം ഈശോ സമർപ്പിക്കാൻ പറഞ്ഞ ആര്യ മക്കളെ, പാപികളെ, കഠിന പാപികളെ എന്റെ കരുണയിലേക്ക് കൊണ്ടുവന്ന് സമർപ്പിക്കാം. കാരണം ഈശോ വന്നത് പാപം നീക്കാനാണ്. ഈശോ വന്നത് പാപികളെ തേടിയ. ഈശോ കുരിശിൽ കിടന്ന് ദാഹിച്ചത് പാപികളെ ഏറ്റെടുക്കാനാണ്. ആ കർത്താവ് പറയാ, അതുകൊണ്ട് മക്കളെ നിങ്ങൾ കൊണ്ടുവരണം. ഈശ്വര അടുത്തേക്ക് കൊണ്ടുവരാതെ, ഈശ്വര അടുത്തേക്ക് കടന്നു വരാതെ ഈ കരുണ സ്വന്തമാക്കാൻ പറ്റത്തില്ല എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾക്ക് കണ്ടു. അതിന് പ്രിയപ്പെട്ട മക്കളെ, ഈ ദുഃഖവെള്ളിയുടെ അതിനേക്കാളുപരി ഈ നല്ല വെള്ളിയുടെ അനുഗ്രഹദായകമായ കൃപയുടെ സമൃദ്ധി നൽകുന്ന സാത്താനാധിപത്യങ്ങളെ തകർത്തെറിഞ്ഞ, നമുക്ക് ദോഷകരമായി നിന്ന ലിഖിത നിയമങ്ങളെ മായ്ച്ചു കളഞ്ഞ ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും നിരായുധമാക്കി കുരിശിൽ അവയുടെ മേൽ വിജയം ആഘോഷിച്ച കർത്താവിന്റെ കുരിശു മരണത്തിന്റെ വിജയം ഈ ലോകത്തിൽ വെച്ച് ആര് വരിച്ച വിജയത്തെക്കാളും വലിയ വിജയമാണ് കർത്താവ് കുരിശിൽ നമുക്ക് വേണ്ടി മരിച്ചത്. ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, പാപത്തിന്റെ മേൽ വിജയം, ശാപത്തിന്റെ മേൽ വിജയം, മരണത്തിന്റെ മേൽ വിജയം, കടങ്ങളുടെ മേൽ വിജയം, ആധിപത്യങ്ങളെയും അധികാരങ്ങളെ തകർത്ത് സാത്താന്റെ മേൽ വിജയം കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചു. അതുകൊണ്ട് ഈ വെള്ളിയുടെ, ഈ ദുഃഖവെള്ളിയുടെ എല്ലാവിധ കൃപകളും അനുഗ്രഹങ്ങളും സ്വന്തമാക്കാൻ ദൈവം നമ്മെ വിളിക്കുമ്പോ നമുക്ക് ഈ കരുണയിലേക്ക് ഓടിയണയാം. കർത്താവിന്റെ കരുണയിൽ ഓടിയണയാം. ഈ കുരിശു മരണത്തെ സ്വന്തമാക്കാം. അതിനുവേണ്ടി പാപത്തെ വിട്ടുപേക്ഷിച്ച് കർത്താവിന്റെ കരുണ സ്വന്തമാക്കിയെടുക്കാൻ, ആ നിലയില്ലാത്ത കടല് പോലുള്ള മഹാകരുണ സ്വന്തമാക്കുവാൻ നമുക്കിടയാകട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, ഈ ചെറിയൊരു സന്ദേശം സ്വീകരിച്ചുകൊണ്ട് നമ്മൾ ഇന്ന് നൊവേനയിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മൾ ഇന്ന് തന്നെ നമ്മുടെ ചാനലില് നൊവേനയും ആരംഭിക്കുകയാണ്. 1, 2, 3 അങ്ങനെ 9 ദിവസം ഇനി അങ്ങോട്ട് കരുണയുടെ നൊവേന ദിവസങ്ങളാണ്. അതിലൊക്കെ നമുക്ക് ഒരുമിച്ച് പങ്കുചേരാം. ഒപ്പം 12-ാം തീയതി ദൈവകരുണയുടെ
മഹാതിരുനാൾ നമ്മൾ ആഘോഷിക്കും. കർത്താവിന്റെ വലിയ കരുണ സ്വന്തമാക്കി എടുക്കണം. നമുക്ക് ഈ ദിവസങ്ങളൊക്കെ സന്ദേശങ്ങൾ ഉൾക്കൊണ്ട് കർത്താവ് പറഞ്ഞ പോലെ പ്രാർത്ഥിച്ച് ചെയ്യേണ്ട പോലെ ചെയ്ത് ഈ മഹത്വത്തിന്റെ സമ്പന്നത, ഈ മഹാകരുണ, ഈ മഹത്വത്തിന്റെ അതിലൂടെ ഈശോ എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ആവശ്യമായതെല്ലാം നൽകും. അതുകൊണ്ട് ഈശോ വിശുദ്ധ ഭാസ്കരന് പറഞ്ഞ് ദൈവകരുണയുടെ തിരുനാളും നൊവേനയിലൂടെയും എന്നോട് ആവശ്യപ്പെടുന്ന ഒരു യാചനകളും ഞാൻ നിഷേധിക്കത്തില്ല. അതുകൊണ്ട് വലിയ വിശ്വാസത്തോടെ ഈ ദൈവകരുണയുടെ ആഴങ്ങൾ അനുഭവിച്ചുകൊണ്ട് പാപത്തെയും ശാപത്തെയും മരണത്തെയും കടങ്ങളെയും സാത്താനെ പരാജയപ്പെടുത്തിയ ഈ ബലി സ്വന്തമാക്കി നമ്മുടെ കുടുംബത്തെ, നമ്മുടെ മക്കളെ, നമ്മുടെ വ്യക്തി ജീവിതങ്ങളെ ഈ കരുണയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്കിന്ന് ദൈവകരുണയുടെ നൊവേനയിലേക്ക് പ്രവേശിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ വലിയ കരുണ നമ്മിലേക്ക്, നമ്മുടെ കുടുംബത്തിലേക്കും നിറഞ്ഞൊഴുകുവാൻ ഇടയാകട്ടെ. ഈ പ്രാർത്ഥനയോടെ ദുഃഖവെള്ളിയുടെ എല്ലാ അനുഗ്രഹങ്ങളും ഒരിക്കൽ കൂടി നേർന്നുകൊണ്ട് നമുക്ക് ഈശോയെ ഒന്ന് ആരാധിക്കാം. മക്കളെ, കുരിശിനാലേ ലോകമൊന്നായി വീണ്ടെടുത്തവനേ, താണു ഞങ്ങൾ വണങ്ങുന്നു ദിവ്യപാദങ്ങൾ. കർത്താവിന്റെ കുരിശിന്റെ ശക്തമായ ആശീർവാദം ഇപ്പോൾ നമുക്ക് അവിടുന്ന് നൽകിയാണ്. എൻ്റെ സ്നേഹത്തോടെ, നന്ദിയോടെ കർത്താവിന്റെ കുരിശിന്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. കർത്താവിന്റെ കുരിശിലേക്ക് ഇരു കാര്യങ്ങളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അവിടുത്തെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. ഈശോയെ